ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു കേക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്പാനിഷ് ഡിലൈറ്റ് കേക്ക്. ശരിക്കും സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീമിൻ്റെ ഒരു ഫ്ലേവർ തന്നെയാണ് കേട്ടോ ഈ കേക്കിനുള്ളത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു കേക്കാണ്. അതുപോലെ അതിൽ ചെയ്തിരിക്കുന്ന ഡെക്കറേഷൻസ് സിമ്പിളാണ്. അപ്പോൾ എങ്ങനെയാണ് സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് റെഡിയാക്കേണ്ടതെന്ന് നോക്കാം. പിന്നെ നമ്മുടെ ഗിവ് അവേയുടെ ലാസ്റ്റ് വീഡിയോ ആണിത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വിന്നറിനെ സെലക്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് സ്പോഞ്ച് കേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്ലവർ മിക്സ് അരിച്ചെടുക്കാം. ഒരു അരിപ്പയിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ടെടുക്കാം. ഇനി ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഡാർക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്യാം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. അത് കൂടി ഇട്ടിട്ട് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബാറ്ററിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിൽക്കിൻ്റെ ആ ഒരു മിക്സ് റെഡിയാക്കി എടുക്കാം. ചെറിയൊരു ബൗൾ എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം. പിന്നെ 1/4 കപ്പ് ഇളം ചൂടുപാലും 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഈ മിക്സ് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ബാറ്റർ ആക്കാൻ വേണ്ടിയിട്ട് 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. മുട്ട ബീറ്റ് ചെയ്ത് നല്ലോണം പൊങ്ങി വന്നാൽ മൈദ എടുത്ത അതേ അളവിൽ ഷുഗർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ 1/4 കപ്പിൽ 2 ടേബിൾ സ്പൂൺ കുറച്ചിട്ട് ഷുഗർ പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറേശ്ശെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അടുത്തത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിച്ചു വെച്ച ഫ്ലവർ മിക്സും പിന്നെ നേരത്തെ റെഡിയാക്കിയ പാലിൻ്റെ ആ ഒരു മിക്സും ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് കുറച്ച് ഫ്ലവർ മിക്സ് ഇട്ട് മിക്സ് ചെയ്യാം. പിന്നെ കുറച്ച് പാൽ ആഡ് ചെയ്യാം. അങ്ങനെ 2 ഇടവിട്ട് കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലവർ മിക്സ് ഇട്ടാൽ ഓവർ മിക്സ് ചെയ്യരുത്. ബീറ്റർ വെച്ചാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ ഓവർ മിക്സ് ആവാതെ മെല്ലെ ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ അല്ലെങ്കിൽ ഒരു സ്പാച്ചുല വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുത്താലും മതി. ഓവർ മിക്സ് ആയാൽ കേക്ക് ബേക്ക് ആയാൽ പൊങ്ങി വരികയും ചെയ്യില്ല, സോഫ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി ഒരു മോൾഡിലേക്ക് മാറ്റാം. ഇവിടെ 7 ഇഞ്ച് മോൾഡ് ഓയിൽ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചിട്ട് എയർ ബബിൾസ് ഇല്ലാതിരിക്കാൻ വേണ്ടി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് പ്രീഹീറ്റ് ചെയ്തൊരു പാനിലേക്ക് വെച്ചിട്ട് 25 to 35 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ച കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം 3 ലെയറായി കട്ട് ചെയ്തെടുക്കാം. ഇനി കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിറപ്പ് റെഡിയാക്കാം. ഇവിടെ 1/4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. തിളപ്പിച്ച പാൽ ചൂടാറിയതിന് ശേഷം എടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ആഡ് ചെയ്യാം. പിന്നെ എത്രയാണോ മധുരം വേണ്ടത് അതനുസരിച്ചിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി സിറപ്പ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഐസിങ് ചെയ്യേണ്ട ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. 1/4 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും പിന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യാം. ക്രീം വിപ്പായി വന്നാൽ അടുത്തത് ഇതിലേക്ക് 1/3 കപ്പ് ബൂസ്റ്റ് ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഈ ക്രീമിൽ മെയിനായിട്ട് ആഡ് ചെയ്യുന്നത് ബൂസ്റ്റ് തന്നെയാണ്. ബൂസ്റ്റ് നമുക്ക് വേണ്ടത് ആഡ് ചെയ്യാം. ശരിക്കും ഈ ഒരു ക്രീമിന് ആ സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീമിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. അങ്ങനെ ക്രീം റെഡിയായി. ഇനി കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. ഒരു ബേസിൽ കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് ഫസ്റ്റ് ലെയർ വെച്ചിട്ട് വെറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ റെഡിയാക്കിയ സിറപ്പ് വെച്ചാണ് വെറ്റ് ചെയ്യുന്നത്.
എന്നിട്ട് ക്രീം സ്പ്രെഡ് ചെയ്യാം. ഇനി ഫില്ലിങ്സ് ആയിട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് സ്പ്രെഡ് ചെയ്യാം. പിന്നെ കുറച്ച് പ്രലൈൻസ് എടുത്തിട്ടുണ്ട്. പ്രലൈൻസ് ആക്കുന്നത് ഇതിനു മുൻപ് ചെയ്ത് ചില വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഒരു പാനിൽ 1/3 കപ്പ് പഞ്ചസാര ഇട്ട് ലോ ഫ്ലെയിമിൽ കാരമലൈസ് ചെയ്തെടുക്കാം. പഞ്ചസാര മെൽട്ടായി ബ്രൗൺ കളറായി വന്നാൽ ഇതിലേക്ക് 20 ഗ്രാം ബട്ടർ ആഡ് ചെയ്യാം. ബട്ടർ മെൽട്ടായി വന്നാൽ കുറച്ച് ക്രഷ് ചെയ്ത കാഷ്യൂസ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ കാഷ്യൂസ് ഇട്ടാൽ ഒരുപാട് ടൈമൊന്നും ഫ്ലെയിമിൽ വെക്കണ്ട. വേഗം തന്നെ ഒരു ബട്ടർ പേപ്പറിലേക്ക് ഒഴിച്ചിട്ട് ലെവലാക്കി കൊടുക്കാം. ബട്ടർ പേപ്പറിൽ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് സെറ്റായാൽ പേപ്പറിൽ നിന്ന് വിട്ട് വരില്ല. പിന്നെ ഇത് ആക്കുന്നതിന് മുൻപ് തന്നെ പേപ്പറൊക്കെ റെഡിയാക്കി വെക്കണം. കാരണം ഇത് ഫ്ലെയിമിൽ നിന്ന് എടുത്ത പാടെ തന്നെ ഇത് സെറ്റായി പോകും. അതുകൊണ്ട് ഫ്ലെയിമിൽ നിന്ന് എടുത്ത പാടെ തന്നെ ഈ ബട്ടർ പേപ്പറിലേക്ക് ഒഴിച്ചിട്ട് ലെവലാക്കി കൊടുക്കണം. പിന്നെ പ്രലൈൻസ് സെറ്റായതിന് ശേഷം പേപ്പറിൽ നിന്ന് എടുത്തിട്ട് ഒരു സിപ്പ് ലോക്ക് ബാഗിലിട്ടിട്ട് വെയിറ്റുള്ള എന്തെങ്കിലും വേസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് ഫില്ലിങ്സ് ആയിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി സെക്കൻഡ് ലെയർ വെച്ചിട്ട് വെറ്റ് ചെയ്യാം. എന്നിട്ട് ഫസ്റ്റ് ലെയറിൽ ചെയ്തതുപോലെ തന്നെ ക്രീം സ്പ്രെഡ് ചെയ്യാം. പിന്നെ ഫില്ലിങ്സ് ആയിട്ട് കണ്ടൻസ്ഡ് മിൽക്കും പ്രലൈൻസും ഇട്ടുകൊടുക്കാം. ഇനി ലാസ്റ്റ് ലെയർ വെച്ചിട്ട് വെറ്റ് ചെയ്യാം. എന്നിട്ട് ക്രം കോട്ടിംഗ് ചെയ്ത് ഒരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ ക്രം കോട്ടിംഗ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി കേക്ക് ഫുള്ളായിട്ട് ഐസിങ് ചെയ്ത് വീണ്ടും ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഇനി കേക്കിലേക്ക് വേണ്ട ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കാം. ഇവിടെ 85 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/3 കപ്പ് വിപ്പിംഗ് ക്രീമും 1 ടേബിൾ സ്പൂൺ ബട്ടറും ആഡ് ചെയ്തിട്ട് മെൽറ്റ് ചെയ്യാം. അങ്ങനെ മെൽറ്റ് ചെയ്ത് ചോക്ലേറ്റിൻ്റെ ക്രംസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഇതൊന്ന് അരിച്ചിട്ട് ഒരു ഐസിങ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ചെറുതായി ഇതിൻ്റെ ചൂട് പോയതിന് ശേഷം കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ചോക്ലേറ്റ് ഗനാഷ് കേക്കിൻ്റെ സൈഡിൽ ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് മെല്ലെ ഇതുപോലെ ചെയ്തെടുക്കാം. ഒരുപാട് പ്രസ് ചെയ്യരുത്. അങ്ങനെ പ്രസ് ചെയ്താൽ ആ ക്രീമും ഗനാഷും മിക്സായി പോകും. ഇനി ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് കേക്കിന് മേലെ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യാം. ഇനി ഇതിലെ ഗനാഷൊക്കെ സെറ്റാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ ഇതിൽ ഗനാഷൊക്കെ സെറ്റായി കേക്ക് ബോർഡിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ ഈ ഒരു സൈഡിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആ ഫ്ലവർ വെക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം ഒരു സ്ക്യൂവർ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മാർക്ക് ചെയ്ത മേലോട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യാം. സൈഡിലൊക്കെ ആയാൽ അത് വീണ്ടും റെഡിയാക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ക്രീമൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. പക്ഷേ ഇത് ഗനാഷ് ആകുമ്പോൾ സൈഡിലൊക്കെ ആയാൽ വീണ്ടും ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ക്രീം കൊണ്ട് ചെറുതായിട്ടൊന്ന് ഈ കട്ട് ചെയ്ത ഭാഗത്ത് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് ഗനാഷും ഈ ഫ്രോസ്റ്റ് ചെയ്തതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്യാം. ഇനി കട്ട് ചെയ്ത ഭാഗത്ത് ഫ്ലവർ വെച്ചെടുക്കാം. ഞാൻ ഫസ്റ്റ് ഈ ഒരു റോസ് ഫ്ലവറാണ് വെച്ചത്. പക്ഷെ വെച്ചിട്ട് നോക്കുമ്പോൾ വലുതായിട്ട് തോന്നിയതുകൊണ്ട് വീണ്ടും അത് എടുത്ത് മാറ്റിയിട്ട് ചെറിയ ഫ്ലവറാണ് കേട്ടോ വെച്ചെടുത്തത്. ഫ്രഷ് ഫ്ലവർ ആണെങ്കിൽ അത് വെക്കാം. അതാണ് വെക്കുന്നതെങ്കിൽ നന്നായിട്ട് കഴുകി അതിൻ്റെ തണ്ട് ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്തിട്ട് വേണം കേക്കിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കേക്കിൻ്റെ ടോപ്പിലൊരു സൈഡിലായിട്ട് വെക്കാം. ഇനി
കേക്കിന് താഴെ ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ബാക്കിയുള്ള പ്രലൈൻസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റിൻ്റെ സ്പ്രിങ്കിൾസ് കൂടി ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് കേക്കിൻ്റെ സൈഡിൽ ഇതുപോലെ ബോർഡർ കൊടുക്കാം. ഫസ്റ്റ് വെച്ച റോസ് ഫ്ലവർ മാറ്റിയിട്ട് പിന്നെ വെച്ചത് ഇതുപോലത്തെ കുറച്ച് ഫ്ലവേഴ്സാണ്. പിന്നെ ലാസ്റ്റ് കേക്കിന് മേലെ ഫോണ്ടനിൽ എഴുതിയിട്ടും വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് ഇവിടെ റെഡിയായി. ഇനി ഇത് കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണം. അതിനുശേഷം കട്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ട്രൈ ചെയ്താൽ ഫീഡ്ബാക്ക് അറിയിക്കാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.